റൂട്ട് പെർമിറ്റ് അനുവദിക്കാൻ പണവും മദ്യവും കൈക്കൂലി വാങ്ങിയ എറണാകുളം RTO TM ജേഴ്സന്റെ വീട്ടിലെ വിജിലൻസ് പരിശോധന പൂർത്തിയായി. TM ജേഴ്സൺ ഇടപ്പള്ളിയിലെ വീട്ടിൽ നിന്നും 64,000 രൂപയും 49 മദ്യക്കുപ്പികളും പിടികൂടി. 15 മണിക്കൂറാണ് പരിശോധന നടത്തിയത്. 64,000 ചില്ലുവാൻ രൂപയോളം പിടിച്ചെടുത്തിട്ടുണ്ട്. മദ്യക്കുപ്പി പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ നോക്കണം. അതിപ്പോൾ ഞങ്ങൾ എളമക്കര പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. അത് അവിടെ അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ബാക്കി ഇനി കോടതിക്ക് പിടിച്ചെടുത്ത സാധനങ്ങൾ, ബാക്കി സാധനങ്ങൾ കോടതിക്ക് കൊടുക്കും. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാംകുമാർ, 49 മദ്യക്കുപ്പികൾ എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ വീട്ടിലൊരു മിനി ബാർ സെറ്റപ്പായിരുന്നു തോന്നുന്നു. ഇത്രയും പണമൊക്കെ പിടിച്ചെടുക്കുന്നു. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ സ്ഥിരം പണിയായിരുന്നു കൈക്കൂലി വാങ്ങൽ എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശ്യാം? അഷ്മി, നിലവിൽ പിടിച്ച കേസിൽ 64,000 രൂപ ആണ് ഇയാളുടെ വീട്ടിൽ നിന്നും പിടികൂടിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശ നിർമ്മിത വിദേശ മദ്യങ്ങളുടെ ഒരു ശേഖരം തന്നെ വീട്ടിൽ മിനി ബാറായി ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. ഈ മദ്യക്കുപ്പികൾ പലതിന്റെയും വില കണ്ട് വിജിലൻസ് ഉദ്യോഗസ്ഥർ തന്നെ ഞെട്ടിയിട്ടുണ്ട്. ആ RTOയുടെ ഒരു മാസത്തെ ശമ്പളത്തിനേക്കാളും വലിയ വിലയുള്ള മദ്യക്കുപ്പികൾ പോലും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വിജിലൻസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് എളമക്കര പോലീസിൽ കൊടുക്കുകയും ചെയ്തു. നിലവിൽ അനധികൃത മദ്യശേഖരത്തിന് വേണ്ടി എക്സൈസ് കേസും പോലീസ് കേസും ഇയാൾക്കെതിരായിട്ട് വരുമെന്നുള്ളത് വിജിലൻസ് സംഘം അറിയിച്ചിട്ടുണ്ട്. പ്രതിയുടെ വീട്ടിൽ ഓഫീസ് മുറി പൂട്ടിയിട്ട നിലയിലായിരുന്നു. ആ ഓഫീസിന്റെ വാതിൽ പൂട്ട് പൊളിച്ചാണ് അകത്ത് കടന്ന് പരിശോധനകൾ നടത്തുകയും സാമ്പത്തിക നിക്ഷേപങ്ങളുടെ രേഖകളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തതെന്ന് എക്സൈസ് അറിയിക്കുന്നുണ്ട്. പിടിച്ചെടുത്തതാണ് 64,000 രൂപ. അത് കൈക്കൂലിയായി വാങ്ങിയതാണ് എന്ന് വിജിലൻസ് സംഘം പറയുന്നുണ്ട്. കൂടുതൽ നിക്ഷേപങ്ങളുടെ, പ്രത്യേകിച്ച് ചെക്ക് പോസ്റ്റുകളിലടക്കം ദീർഘകാലം ജോലി ചെയ്ത ഉദ്യോഗസ്ഥനാണ് ഈ ജേഴ്സൺ. അതിനുശേഷമാണ് എറണാകുളം RTO എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിന്റെയും കൈക്കൂലി പണത്തിന്റെയും അളവ് കൂടാൻ സാധ്യതയുണ്ട് വിശദമായ പരിശോധനയിൽ എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. 3 പ്രതികളെയും ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ഹാഷ്മി, മദ്യക്കുപ്പികളും ഈ കൈക്കൂലിയുടെ ഭാഗം തന്നെയാണോ ശ്യാം? ഹാഷ്മി, പ്രാഥമികമായി വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇയാൾ മദ്യക്കുപ്പികളും കൈക്കൂലിയായി വാങ്ങിയിരുന്നു. അങ്ങനെ തന്നെയാണ് വിദേശ നിർമ്മിത വിദേശ മദ്യങ്ങൾ ഉൾപ്പെടെ എത്തിയിരുന്നതെന്നാണ്. ഇന്നലെ ഒരു പ്രൈവറ്റ് ബസിന്റെ റൂട്ട് പെർമിറ്റ് അനുവദിക്കുന്നതിന് വേണ്ടി 5,000 രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് ഇയാളെ പിടികൂടിയത്. കഴിഞ്ഞ മാസം മുതൽ ഈ ബസിന്റെ ഉടമയെ പലതവണ ചുറ്റിച്ച് അവസാനം കൈക്കൂലിയുമായി ഇന്നലെ എത്തിയപ്പോഴാണ് ഈ റൂട്ട് പെർമിറ്റ് അനുവദിച്ചത്. അപ്പോഴേക്കും വിജിലൻസ് അവിടെ ഓഫീസിൽ നിന്ന് ഇയാളെ പിടികൂടുകയും ചെയ്തിരുന്നു. മദ്യക്കുപ്പികളൊക്കെ കൈക്കൂലിയായി കിട്ടിയത് എന്ന് തന്നെയാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ വിലയുള്ള, കണ്ണു തെളിക്കുന്ന വിലയുള്ള വിദേശ നിർമ്മിത വിദേശ മദ്യങ്ങളുടെ കമനീയ ശേഖരം ഈ RTOയുടെ വീട്ടിൽ നിന്ന് കൈക്കൂലി രൂപത്തിൽ പിടിച്ചെടുത്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും അയാളുടെ വീട്ടിൽ നിന്ന് 64,000 രൂപ മാത്രമേ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇയാളുടെ നിക്ഷേപങ്ങൾ, ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, സാലറിക്ക് അനുപാതമായ അക്കൗണ്ട് വിവരങ്ങളാണ് ഉള്ളതെന്നൊക്കെ അല്പസമയത്തിനകം നമുക്ക് അറിയാനും കഴിയും.